അങ്ങനെ ഓണായി. ഞങ്ങൾ ആദ്യമായിട്ട് ഓണം ആഘോഷിക്കാൻ പോവുകയാണ്. വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടി. താത്തയും കുട്ടികളും ഇന്നലെ വന്നു. പരിപാടികൾ ഓരോന്നായി തുടങ്ങുകയാണ്. സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചു. ഉമ്മയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. ചോറും ഉമ്മ തന്നെയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ബീട്രൂട്ട് പച്ചടി ഞാനാണ് ഉണ്ടാക്കുന്നത്. യൂട്യൂബിൽ നോക്കിയാണ് ഉണ്ടാക്കുന്നത്. എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല. പിന്നെ പായസവും ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്. പാല് ഗ്യാസിന്മേൽ വെച്ചിട്ടുണ്ട്, അത് തിളക്കട്ടെ. പിന്നെ താത്ത കുമ്പളങ്ങ ഓലന ഉണ്ടാക്കണം, അതിൻ്റെ പണിയിലാണ്. അങ്ങനെ എൻ്റെ പായസം റെഡിയായി. അപ്പോഴാണ് ഉമ്മ പറയണത് പഞ്ചസാരയും കഴിഞ്ഞു, വറ്റൽമുളകും ഇല്ലയെന്ന്. അപ്പോൾ അത് രണ്ടും വാങ്ങാൻ വേണ്ടി കടയിലേക്ക് പോവാണ്. കടയിലെത്തി സാധനം വാങ്ങി ബാക്കി പൈസക്ക് കുട്ടികൾക്ക് ജീരകമുട്ടായും എനിക്ക് ഫ്രൂട്ടിയും വാങ്ങി. വീടെത്തുന്നതിന് മുമ്പ് എങ്ങനെയാലും ഇത് തീർക്കണം. ഇപ്പോൾ ഒരാശ്വാസമായി. ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും സാമ്പാറൊക്കെ റെഡിയായി, പപ്പടവും റെഡിയായി. പിന്നെ ഞാൻ പായസം ഉണ്ടാക്കിയപ്പോൾ ബാക്കി വന്ന സേമിയ കൊണ്ട് ഈ പലഹാരം ഉണ്ടാക്കി. ഓരോരുത്തരായി വരാൻ തുടങ്ങി. മാമിയും നാഫിയും വന്നു. ഇത് റീക്രിയേഷനാണ്. താത്ത വന്നത് ഞാൻ കണ്ടിട്ടില്ലേനു, എനിക്ക് വേണ്ടി ഒന്നും കൂടി വന്നതാണ്. ആഹാ, എന്താ അഭിനയം. താത്ത കൂട്ടുകറിയും പുളിഞ്ചിയാണ് കൊണ്ടുവന്നത്, മാമി തോരനും അവിയലും. അങ്ങനെ സാരിയൊക്കെ ഉടുത്തു. താത്ത ഒരാളായിരുന്നു സാരി ഉടുക്കാൻ അറിയുന്ന ആൾ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉടുത്തു തന്നു. പിന്നെ ഷീറ്റൊക്കെ വിരിച്ച് ഇലയൊക്കെ ഇട്ടു. ഓരോ വിഭവങ്ങൾ നിരത്തി വെച്ചു. ഇനി ഇതൊക്കെ ഓരോന്നോരോന്നായി ഇലയിലേക്ക് വിളമ്പാം. അങ്ങനെ എല്ലാവരും സദ്യ കഴിക്കാനിരിക്കുകയാണ്. അടിപൊളി സദ്യയായിരുന്നു. ഫീല് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. കഴിപ്പുണ്ടാത്തൊന്ന് ഫുള്ളും കഴിക്കുന്നു. സദ്യയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പുളിയിഞ്ചിയാണ്. സദ്യ കഴിച്ച് കഴിഞ്ഞ് നേരെ പോയത് ഫോട്ടോ എടുക്കാനാണ്. ഫോട്ടോ എടുക്കാൻ തുടങ്ങിയാൽ പിന്നെ സമയം പോകുന്നതേ അറിയില്ല. ഫുൾ ടൈം അതുതന്നെ ആയിരിക്കും പരിപാടി. അങ്ങനെ ഞങ്ങളെടുത്ത കുറച്ച് ഫോട്ടോ കാണാം. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോഴേക്കും സമയം വൈകുന്നേരമായി. ഒരു ചായയൊക്കെ കുടിച്ച് ഓരോരുത്തരായി പോകാൻ തുടങ്ങി. മാമി നാഫിയായിരുന്നു ആദ്യം പോയത്. പിന്നെ താത്തയും കുട്ടികളും പോയി. ഓണക്കളികളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു, അതൊന്നും നടന്നില്ല. അതിനിടയിൽ ഫിലും സൈമോളും മണ്ണിൽ അപ്പം ചുട്ട് കളിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഷിബിയും കുട്ടികളും പോയി. അങ്ങനെ ഈ കൊല്ലത്തെ ഓണം കഴിഞ്ഞു.